ഹലോ സാർ. സാർ ഞാൻ ബസ്സിലായിരുന്നു. സാർ എന്താ പറഞ്ഞത്? എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനേ ബെൽറ്റ് വർക്കൊക്കെ കമ്പി എടുക്കാൻ വന്നാണ്. ഇവിടെ വന്നപ്പോ ആകെ കൺഫ്യൂഷനായി. ഇവിടെ 4-5 ടൈപ്പ് കമ്പി ഉണ്ടെന്നേ. ഹരിതയുടെ അഭിപ്രായത്തിൽ ഇപ്പൊ ഏതെടുക്കണ്ടേ? അതിപ്പോ ഏത് സ്റ്റൈല് വേണമെന്നുള്ളത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ചോയ്സ് അല്ലേ? അല്ല, ഞാനൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഹരിതനെ വിളിച്ചത്. സാർ, അതിപ്പോ പ്രധാനമായിട്ട് 2 തരം സ്റ്റൈൽസ് ആണ് മാർക്കറ്റിലുള്ളത്. ഒന്ന് പ്രൈമറി TMT എന്ന് പറയും, രണ്ടാമത്തെ സെക്കൻഡറി TMT എന്ന് പറയും. പ്രൈമറി TMTക്ക് പൊതുവെ കുറച്ച് വില കൂടുതലാണ്. കാരണം അതിൽ വെർജിൻ അയണോർ, അതായത് പ്യൂർ ആയിട്ടുള്ള ഇരുമ്പയിരാണ് കമ്പി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സെക്കൻഡറി TMT ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് ശതമാനം അയൺ സ്ക്രാപ്സ് ഉരുക്കി ചേർക്കുന്നുണ്ട്. ഓ, അപ്പൊ ക്വാളിറ്റി കൂടുതൽ. വില കൂടുമ്പോ അത് നാച്ചുറൽ ആണല്ലോ സാർ. പക്ഷെ ആളുകൾ രണ്ടും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദയർ ബഡ്ജറ്റ്. സാർ, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ സാറിന് രണ്ടിനെയും കുറച്ച് ബ്രാൻഡ്സ് വാട്സപ്പ് ചെയ്യാം. സാർ ഇത് നോക്കിയിട്ട് ഏത് ബ്രാൻഡാന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്തോളൂ. ഓ, എന്നാ അതായിരിക്കും നല്ലത്. ഒന്ന് വേഗം വിട്ടോ, ഞാനിവിടെ കടയുടെ മുമ്പിൽ തന്നെ ഉണ്ട്. ഓക്കെ സാർ, ഞാനിപ്പോ തന്നെ അയക്കാം. നിമ്മി, സാറ് വന്നോ? ഇല്ലടി, സാർ സൈറ്റിൽ പോയി. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഹരിത, സൈറ്റിൽ പോണതിന് മുമ്പേ അരുൺ മേനോന്റെ എസ്റ്റിമേറ്റ് ഒന്ന് ഫൈനലൈസ് ചെയ്ത് അയക്കണേ. ഓക്കെ സാർ. പിന്നെ ക്ലാര തോമസിന്റെ എലിവേഷന് സാറ് കുറച്ച് കറക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ഒന്ന് നോക്കണേ. അത് ഞാൻ ഓൾറെഡി ഫിനിഷ് ചെയ്തിട്ടുണ്ട് സാർ. ഞാനൊരു ബിൽഡിംഗ് പെർമിറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയാൻ വന്നതാ. ഓക്കെ, അകത്ത് ഹരിത എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആ കുട്ടീനെ കണ്ടാ മതി. ഓക്കെ. ഹരിത മാഡം. യെസ്. എന്റെ പേര് അശ്വിൻ എന്നാണ്. ഞാനൊരു ബിൽഡിംഗ് പെർമിറ്റിന് അപേക്ഷിച്ചിരുന്നു. ഇരിക്കും സാർ. സാർ, ഞാൻ ഇന്നലെ മുനിസിപ്പാലിറ്റിയിൽ പോയിരുന്നു. അവിടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ആയിട്ടില്ല. ഈ കൈമടക്കും എല്ലാം കൊടുത്ത കാര്യം നടക്കുമോ? അയ്യോ സാർ, അത് അവിടുത്തെ സ്റ്റാഫിന്റെ പ്രോബ്ലം അല്ല. അവര് വളരെ കോപ്പറേറ്റീവ് ആണ്. പിന്നെന്താ പ്രശ്നം? മുമ്പ് നമ്മള് സംഗീതം എന്ന് പറഞ്ഞ വെബ്സൈറ്റിലായിരുന്നു ബിൽഡിംഗ് പെർമിറ്റ് അപ്ലൈ ചെയ്തോണ്ടിരുന്നത്. ബട്ട് ഇപ്പൊ നമ്മള് IBPMS എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. ആ സൈറ്റിൽ ഇപ്പൊ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് സാർ. ഓക്കെ. ഡിജിറ്റൽ സിഗ്നേച്ചർ ആവുന്നില്ല, പ്ലാൻ റിവൈസ് ഓപ്ഷൻസ് ഇല്ല, പിന്നെ നമ്മുടെ അപ്രൂവ്ഡ് പ്ലാൻസ് ഒക്കെ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല. ഞങ്ങളെപ്പോലുള്ള ലൈസൻസീസിനും പ്രശ്നം, മുനിസിപ്പാലിറ്റി സ്റ്റാഫ്സിനും പ്രശ്നം, പിന്നെ സാറിനെ പോലെ ബിൽഡിംഗ് പണിയാൻ നിൽക്കുന്ന ആൾക്കാർക്കും പ്രശ്നം. അല്ല, ഇതുവരെ ആരും പരാതിയൊന്നും കൊടുത്തില്ലേ? മിനിസ്റ്റർക്ക് വരെ പരാതി കൊടുത്തായിരുന്നു സാർ. പക്ഷേ എന്തൊരു കഷ്ടാണ്. ഹരിത, സമയം കിട്ടുമ്പോ അതൊന്ന് പോയി നോക്കണേ. ഓക്കെ സാർ. ഓക്കെ. ഓക്കെ സാർ, ഞാൻ സൈഡിലേക്ക് പോവാണേ. ഓക്കെ. നിമി, ഞാൻ സൈഡിലേക്ക് പോവാണേ. ഓക്കെ. ഗുഡ് മോർണിംഗ് സാർ. താനോ? ഇന്ന് പണിക്കാരൊന്നും വന്നില്ലല്ലോ. എടോ, തന്നെ ഞാനേ വേറൊരു കാര്യത്തിന് വേണ്ടി കാണാതിരിക്കുമായിരുന്നു. എന്തു പറ്റി സാർ? എന്റെ ഒരു അങ്കിള് വന്നിരുന്നു. അപ്പൊ പുള്ളി വീടൊക്കെ ഒന്ന് ചുറ്റി കണ്ടപ്പോ പുള്ളിയുടെ ഒരു ഐഡിയ. എന്താ ഐഡിയ സാർ? കേക്കട്ടെ. നമ്മുടെ ഈ മുകൾ ഭാഗത്തെ ടെറസായിട്ട് കിടക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ, അതൊരു ഫാമിലി ലിവിംഗ് റൂം ആക്കി കൂടെ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. കേട്ടപ്പോ പുള്ളിയുടെ ഐഡിയ കൊള്ളാന്ന് എനിക്കും തോന്നി. എന്താ തന്റെ അഭിപ്രായം? ഐഡിയ കൊള്ളാം, പക്ഷെ സാറൊന്ന് വേണ്ടാന്ന് പറഞ്ഞതല്ലേ? അതെ,
പക്ഷെ അങ്കിള് പറഞ്ഞത് കേട്ടപ്പോ മനസ്സിനൊരു ചാഞ്ചാട്ടം. നമുക്കിത് ചെയ്യാം സാർ, കുഴപ്പമില്ല. ആ ഏരിയ ഒരു 120 സ്ക്വയർ ഫീറ്റ് വരും. ഒരു 2 ലക്ഷം രൂപ കൂടുതലാവും. അയ്യോ, 2.5 ലക്ഷം രൂപയോ? വേണ്ട 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 വേണ്ട. സാറേ, വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ട് ഒരു പ്ലാൻ ലോക്ക് ചെയ്താണല്ലോ. അതെ, വീട് പണി നടക്കുമ്പോ പല ആളുകളും വരും, പല അഭിപ്രായങ്ങളും പറയും. നമ്മൾ അതൊക്കെ കേട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയാലേ സാർ ഉദ്ദേശിച്ച ബഡ്ജറ്റിനേക്കാളും മോളിൽ പോവുകയും ചെയ്യും. വേണ്ട 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 വേണ്ട, ഒരു മാറ്റവും വേണ്ട. എങ്ങനെയാണോ അങ്ങനെ മതി. വിഷ്ണു ചേട്ടാ, എന്തോ? ഒരാഴ്ച കൊണ്ട് തീരുമെന്ന് പറഞ്ഞ പണിയാണല്ലോ. ഇപ്പൊ ദിവസം 10 അല്ല മാഡം, 2 ദിവസം കൊണ്ട് തീർക്കും. അവന്മാരെ കൂടെയുള്ളവന്മാര് ഉത്സവത്തിന്റെ പേരില് ലീവാണ് 2 ദിവസമായിട്ട്. അവന്മാര് നാളത്തോട്ട് വരും. ഓണർ വിളിയോടെ വിളിയാണ് കേട്ടോ. അടുത്ത മാസം ഹൗസ് വാമിംഗ് തീർക്കണേ. അത് നമുക്ക് തീർക്കാം മാഡം, ടെൻഷൻ അടിക്കണ്ട. നാളെ തൊട്ട് ഒരു 4-6 പേര് നിൽക്കേ, അപ്പോൾ പിന്നെ പണിയൊക്കെ തീർക്കാം. എടാ, പിന്നെ വേറെന്താ കാര്യം പറഞ്ഞു? മറ്റേ മുനിസിപ്പാലിറ്റി മറ്റേ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരാൾ വന്ന് മറ്റേ മെഷർമെന്റിന്റെ കാര്യം നോക്കിയിരുന്നേ. അപ്പൊ അതിലെന്തൊരു പെശ കുറേ ഉണ്ടായി. ആണോ? അതൊന്ന് ക്ലിയർ ആയിരുന്നല്ലോ. അതിലെന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. ചേട്ടാ ഒന്ന് വരുമോ? നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അതിനെന്താ വരല്ലോ? എന്നാ താഴേക്കോ. ആ വാടാ. എന്തോ ഒരു കറക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, നോക്കിയായിരുന്നോ നീ? അത് വിഷ്ണു ചേട്ടൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഞങ്ങളിത് മെഷർ ചെയ്ത് നോക്കാൻ പോവായിരുന്നു. വാ നോക്കാം. വിഷ്ണു ചേട്ടാ, ഇതൊന്ന് പിടിച്ചേ. വലിച്ചു പിടിച്ചോ മാഡം. സാറേ, ഇതൊരു മീറ്ററിൽ കൂടുതലുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? അതാണ് എനിക്കും മനസ്സിലാവാത്തത്. കുഴപ്പമില്ല, ഞാൻ ശരിയായിക്കോളാം. ശിബേച്ചി, ഈ മാസത്തെ പറ്റ് കാശാണേ. 3000 ഉണ്ട് കേട്ടോ. ശരി. മോള് വന്നല്ലോ. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. ഹരിത ഇന്ന് വൈകിയല്ലോ. സൈറ്റിലൊക്കെ പോയി, കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. ഓ, ഞാൻ കരുതി ഇന്ന് ശമ്പള ദിവസം ആയതുകൊണ്ട് മുതലാളി കുറച്ച് കൂടുതൽ പണിയെടുപ്പിച്ച് കാണുമെന്ന്. അങ്ങനെയൊന്നുമില്ല. എന്നാ പിന്നെ നേരം കളയണ്ട, ആ വാടകയും എടുത്തോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. വേറെ 1-2 സ്ഥലത്തുകൂടി വാടക പിരിക്കാനുണ്ട്. അപ്പൊ അടുത്ത മാസം 1-ാം തീയതി കാണാം. വരട്ടെ? ഓ.
എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ വാടക വീട്ടിൽ താമസിക്കുന്നത്? എന്നാണാവോ സ്വന്തമായിട്ടൊരു വീടുണ്ടാവുന്നത്?